ഈ പൗരത്വ നിയമ ഭേദഗതി ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം മുൻപ് അതിലെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിലാണ് വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയർന്നു വരുന്നത്. CPM-ന്റെ പൗരത്വ സംരക്ഷണ സമ്മേളനം നടക്കുന്ന കോഴിക്കോട് കടപ്പുറത്തു നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും. ദീപക്, ഇവിടെ വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. CPM അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു എന്ന വിമർശനം നിലനിൽക്കെയാണ് ഒരു മഹാസമ്മേളനം കോഴിക്കോട് CPM സംഘടിപ്പിക്കുന്നത്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജനപങ്കാളിത്തം, നേതാക്കളുടെ സാന്നിധ്യം, അതൊക്കെ കൊണ്ട് ശ്രദ്ധേയമാണോ ഈ സമ്മേളനം? വിജയകുമാർ, ഈ തെരഞ്ഞെടുപ്പിൽ CAA ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി, പ്രചരണ വിഷയമായി മാറിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് CPIM-ന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ ഈ പൗരത്വ സംരക്ഷണ റാലികൾ നടക്കുന്നത്. ഇന്ന് ആദ്യത്തെ തുടക്കം, അതിന്റെ ആദ്യ റാലിയാണ് കോഴിക്കോട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും. നമുക്ക് കോഴിക്കോട് ബീച്ചിലെ ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ CPIM-ന്റെ സംഘാടന മികവ് വിളിച്ചോതുന്ന വിധത്തിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ട്. മാത്രവുമല്ല, ഈ പരിപാടി 7:30 മണിക്ക് ശേഷമാണ് തുടങ്ങുന്നത്. കാരണം റമദാൻ നോമ്പ് നോറ്റ ഇസ്ലാം മത വിശ്വാസികൾക്ക് അത് കഴിഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വൈകി തുടങ്ങുന്നത്. മറ്റൊന്ന്, മുസ്ലിം സംഘടനകളുടെ പ്രാതിനിധ്യം എടുത്തു പറയേണ്ടതുണ്ട്. സമസ്തയുടെ പ്രതിനിധി ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമസ്തയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് മുണ്ടുപറമ്പാണ്. അതുപോലെ തന്നെ MES-ന്റെ, അതുപോലെ AP വിഭാഗത്തിന്റെ, മുജാഹിദ് വിഭാഗത്തിന്റെ, വിസ്ഡത്തിന്റെ, അതായത് മുസ്ലിം സംഘടനയുടെ എല്ലാ പ്രാതിനിധ്യവും ഉറപ്പാക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ ഒരു വലിയ നിര തന്നെ എത്തുമെന്നുള്ളതാണ്. അവരൊന്നും തന്നെ ഇവിടേക്ക് എത്തിയില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഫസൽ ഗഫൂർ മാത്രമാണ് എത്തിയത്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇടതുമുന്നണിയുടെ കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയായ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമാണ്. അതുപോലെ ശൈലജ ടീച്ചറും വടകരയിലെ സ്ഥാനാർത്ഥിയും ഇവിടെ എത്തിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രചരണം ഈ പൗരത്വ സംരക്ഷണ റാലിയിലൂടെ തിരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി പറഞ്ഞു പോവുക തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. വിജയകുമാർ, പ്രജിൻ. ശരി ദീപക്, എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമാണ്. എല്ലാ ആയുധങ്ങളും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുക, അത് തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും ഒരു നല്ല ഉദാഹരണമായി കൂടി ഈ കോഴിക്കോട്ടെ റാലി മാറുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, ഒരുപക്ഷെ ഈ പൊതുതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക ഈ ഇലക്ഷന്റെ വിഷയം തന്നെ അയോധ്യ ആയിരിക്കും എന്നായിരുന്നു അല്ലെ. അയോധ്യ ക്ഷേത്രം തുറന്നതുമായി അതിനുശേഷം വന്ന ആ ചടങ്ങുകൾ, അതിലെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം, ഇതിനെല്ലാം ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം അത് തന്നെയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയം അയോധ്യ ആയിരിക്കും. പക്ഷേ വിജ്ഞാപനം വന്നതിന് ശേഷം ആ വിഷയമല്ല ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റു വിഷയങ്ങളാണ് ഇതാ ഇപ്പോൾ CAA ഉയർത്തിക്കൊണ്ടുവരുന്നു, ഒപ്പം ഡൽഹിയിലെ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ വിഷയങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രംഗം ഇത്തവണ അത് ചൂടേറി വരികയാണ്.